Good morning dear student, it's me Muhammad Arifsha. നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് 9ാം ക്ലാസ്സിലെ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ പാസ്കൽ ലോ, പാസ്കൽസ് നിയമം എന്ന് പറയുന്ന ഭാഗമാണ്. ഓക്കെ, അപ്പോൾ പാസ്കൽസ് ലോ എന്ന് പറയുമ്പോൾ ബ്ലേസ് പാസ്കൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിനെയാണ് നമ്മൾ ഓർക്കേണ്ടത്. ബ്ലേസ് പാസ്കൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഈ ഒരു നിയമം, ഈ ഒരു ലോ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്താണ് ബ്ലേസ് പാസ്കൽസ് അല്ലെങ്കിൽ പാസ്കൽസ് ലോ എന്ന് പറയുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് നോക്കാനുള്ളതെന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിൽ നമ്മളൊക്കെ ബ്രഷ് ചെയ്യുന്നവരാണ്, നമ്മൾ പേസ്റ്റ് ഉപയോഗിക്കാറുണ്ട് അല്ലേ. നമ്മൾ രാവിലെ നമ്മുടെ പേസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഈ പേസ്റ്റിൻ്റെ ആ കവറിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രസ് ചെയ്താൽ സ്വാഭാവികമായിട്ടും പേസ്റ്റ് എന്ത് ചെയ്യും, മുകളിലോട്ട് വരും, ശരിയല്ലേ? അതുപോലെ തന്നെ നമ്മൾ ഒരു കവറിൽ നമ്മൾ നിറച്ച് വെള്ളം എടുത്തിട്ട് ധാരാളം മൈന്യൂട്ട് ഹോളുകൾ, ചെറിയ ഹോളുകൾ ആ കവറിലിട്ടിട്ട് കവറിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രസ് ചെയ്യുമ്പോൾ എല്ലാ ഹോളിലൂടെയും വെള്ളം ഒരേ വേഗത്തിൽ പുറത്തോട്ട് പോകുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ JCBയുടെ പ്രവർത്തനം നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? JCB എന്ന് പറയുന്ന നമ്മളെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ തോട്ടങ്ങളിലൊക്കെ അല്ലെങ്കിൽ വലിയ വലിയ പാറകളോ മരങ്ങളൊക്കെ എടുത്ത് പെയ്തു മാറ്റാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ്, അല്ലെങ്കിൽ ഒരു യന്ത്രമാണ്, ഒരു റോബോട്ട് എന്ന് പറയാം, ആണ് JCB എന്ന് പറയുന്നത്. ഇതിൽ ആ ഡ്രൈവർ ചെറിയ ഒരു ലിവർ അനക്കുമ്പോൾ അതിൻ്റെ ആ ഒക്കിൽ വലിയൊരു ഭാരം അനുഭവപ്പെടുകയും വലിയൊരു ഫോഴ്സ് കിട്ടുകയും അതിൻ്റെ ഫലമായിട്ട് വലിയ മരങ്ങളെയും പാറകളെയും അതൊക്കെ പിഴുതെറിയുകയും ചെയ്യുക എന്നതാണ് ഒരു JCB ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ കാറുകളൊക്കെ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സർവീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടാവുമല്ലോ അല്ലേ. പോയ പല ആളുകളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ കാറ് ഒരു ബേസിൽ കയറ്റിയിട്ട് ഹൈഡ്രോളിക് ജാക്ക് എന്ന് പറയും, ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറയും, അതിൽ കയറ്റിയിട്ട് കാർ അങ്ങ് ഉയർത്തും. നമുക്കറിയാം, നമ്മുടെ കാറിന് ഏകദേശം ഒരു 1000-1200 ഒക്കെ വെയിറ്റുള്ള പല വാഹനങ്ങളായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഒരു സർവീസ് സ്റ്റേഷനിൽ ഒരാൾ ഈ ഹൈഡ്രോളിക് ലിഫ്റ്റ് വെച്ചിട്ട് നമ്മുടെ വാഹനം ഉയർത്തുന്നത്, അല്ലെങ്കിൽ ഹൈഡ്രോളിക് ജാക്ക് വെച്ചിട്ട് നമ്മുടെ വാഹനം ഉയർത്തുന്നത്? ഈ കാറിൻ്റെ അത്രയും ഭാരം ഇയാൾ അപ്പുറത്തിട്ട് കൊടുക്കുകയാണ്? ഒരിക്കലല്ല, ചെറിയൊരു ലിവർ നീക്കുമ്പോൾ ഈ കാറ് പൊങ്ങുന്നു. എന്താണ് ഇതിന് പിന്നിൽ എന്ന് അന്വേഷിച്ചപ്പോൾ നമുക്ക് പാസ്കൽസ് ലോ കിട്ടി. പാസ്കൽസ് ലോ പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയും എങ്ങനെയാണ് ഹൈഡ്രോളിക് ജാക്ക്, അതുപോലെ തന്നെ ഹൈഡ്രോളിക് ലിഫ്റ്റ്, എക്സ്കവേറ്റർ, JCB ഇവയൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. ഇവിടെ ബ്ലേസ് പാസ്കൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് പാസ്കൽ നിയമം പാസ്കൽസ് ലോ കൊണ്ടുവന്നു. എന്താണ് ടെക്സ്റ്റ് ബുക്ക് പ്രകാരം പാസ്കൽസ് ലോയുടെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ, ദ പ്രഷർ അപ്ലൈഡ് അറ്റ് എനി പോയിന്റ് ഓഫ് എ ലിക്വിഡ് അറ്റ് റെസ്റ്റ് ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം വിൽ ബി എക്സ്പീരിയൻസ്ഡ് ഈക്വലി അറ്റ് ഓൾ പാർട്സ് ഓഫ് ദി ലിക്വിഡ്. അങ്ങനെ പറഞ്ഞാൽ എന്താ? ഒരു സമ്പ്രദ വ്യൂഹത്തിൽ അടങ്ങിയിട്ടുള്ള ഒരു ദ്രാവകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തൊരു മർദ്ദം പ്രയോഗിച്ചാൽ ആ മർദ്ദം ആ ദ്രാവകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും തുല്യമായി വീതിക്കപ്പെടും. അപ്പോൾ പാസ്കൽ ലോ അല്ലെങ്കിൽ പാസ്കൽസ് നിയമം എന്ന് പറഞ്ഞാൽ ഒരു സമ്പ്രദ വ്യൂഹത്തിൽ അടങ്ങിയിട്ടുള്ള, സമ്പ്രദം മീൻസ് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സമ്പ്രദ വ്യൂഹത്തിൽ അടങ്ങിയിട്ടുള്ള ഒരു ദ്രാവകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൊടുക്കുന്ന മർദ്ദം ആ ദ്രാവകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ വ്യാപിക്കും എന്നതാണ് ആര് പറഞ്ഞത്? ബ്ലേസ് പാസ്കൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് പറഞ്ഞത്. അതാണ് പാസ്കൽസ് ലോ ആയിട്ട് അറിയപ്പെടുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പാസ്കൽസ് ലോൻ്റെ ബേസിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ് JCB, എസ്കലേറ്റർ, അതുപോലെ തന്നെ നമ്മുടെ ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറയുന്ന ഉപകരണങ്ങളൊക്കെ ഈ പറയപ്പെട്ട പാസ്കൽസ് ലോയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പാസ്കൽസ് ലോ, നമ്മൾ ഈ ചാപ്റ്റർ ഫ്ലൂയിഡ്സിനെ കുറിച്ചിട്ടാണല്ലോ. ഫ്ലൂയിഡ്സ് എന്ന് പറയുമ്പോൾ ലിക്വിഡും വരും, ഗ്യാസും നമുക്ക് പറയാം അല്ലേ. ഗ്യാസിനെയും അതുപോലെ വാതകങ്ങളെയും ദ്രാവകങ്ങളെയും ഒരുമിച്ച് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ ദ്രവങ്ങൾ എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ പക്ഷേ ഈ പാസ്കൽസ് നമ്മൾ ആർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാറുള്ളൂ? ദ്രാവകങ്ങളിൽ മാത്രമേ പാസ്കൽസ് ലോ അപ്ലൈ ചെയ്യാറുള്ളൂ. കാരണം എന്താണെന്നറിയോ? ഞാൻ ഒരു ബലൂൺ എടുത്തിട്ട് അതിൽ നന്നായിട്ട് എയർ ഫില്ല് ചെയ്തിട്ട് ആ ബലൂൺ പ്രസ് ചെയ്യുമ്പോൾ
എയർ ആയതുകൊണ്ട് തന്നെ മോളിക്യൂൾ വളരെ അകലെയായിരിക്കും എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് കംപ്രസ് ചെയ്യും. അപ്പോൾ പ്രഷർ കൊടുക്കുമ്പോൾ ഈ എയറിൻ്റെ വോളിയം ഒന്ന് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ പാസ്കൽസ് ലോ ആരിൽ അപ്ലിക്കബിൾ അല്ല? വാതകങ്ങളിൽ, വായു മീൻസ് വാതകങ്ങളിൽ അപ്ലിക്കബിൾ അല്ല, ഗ്യാസസിൽ അപ്ലിക്കബിൾ അല്ല. അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് ദ പ്രഷർ അപ്ലൈഡ് അറ്റ് എനി പോയിന്റ് ഓഫ് എ ലിക്വിഡ്. ഈ ലിക്വിഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം. Any point of a liquid at rest in a closed system will be experienced equally at all parts of the liquid. എന്തുകൊണ്ടാണ് ലിക്വിഡ്സിൽ മാത്രം ഇത് പറയുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് വോളിയം ഓഫ് ദി ലിക്വിഡ് cannot be changed using pressure. This is the basis of Pascal's law. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഗ്യാസുകളിൽ പ്രഷർ കൊടുക്കുമ്പോൾ അതിൻ്റെ വോളിയത്തിൽ മാറ്റം വരും. അതിൻ്റെ വോളിയത്തിൽ മാറ്റം വരുമ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ പ്രഷർ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ എത്തണം എന്ന് നിർബന്ധമില്ല. പക്ഷേ ലിക്വിഡ്സിൽ നമ്മൾ പ്രഷർ കൊടുക്കുമ്പോൾ അതിൻ്റെ വോളിയത്തിൽ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പാസ്കൽസ് നമ്മൾ പ്രധാനമായിട്ടും ലിക്വിഡുകളിലാണ് പറയാം. പാസ്കൽ ലോയുടെ, പാസ്കൽസ് നിയമത്തിൻ്റെ ഡെഫിനിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചോ. ഒരു സംവൃത വ്യൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തൊരു മർദ്ദം പ്രയോഗിച്ചാൽ ആ മർദ്ദം ആ ദ്രാവകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ വ്യാപിക്കും. ഇതാണ് പാസ്കൽസ് നിയമം. അതായത് ദ പ്രഷർ അപ്ലൈഡ് അറ്റ് എനി പോയിന്റ് ഓഫ് എ ലിക്വിഡ് അറ്റ് റെസ്റ്റ് ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം വിൽ ബി എക്സ്പീരിയൻസ്ഡ് ഈക്വലി അറ്റ് ഓൾ പാർട്ട് ഓഫ് ദി ലിക്വിഡ്. ഓക്കെ, ലിക്വിഡ്സിൽ മാത്രമാണ് നമുക്ക് പാസ്കൽസ് ലോ പറയാൻ വേണ്ടി സാധിക്കുക. പാസ്കൽസ് ലോയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പാസ്കൽസ് ലോ വെച്ച് ന്യൂമറിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യുക, അതിൻ്റെ ഇക്വേഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിനി പാസ്കൽസ് ലോയുടെ, അതായത് പാസ്കൽ നിയമത്തിൻ്റെ ഇക്വേഷൻ, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം, ഇക്വേഷൻ എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇക്വേഷൻ എങ്ങനെ കണ്ടെത്താം എന്നുള്ള കാര്യമാണ് ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. പാസ്കൽസ് നിയമത്തിൽ നമ്മൾ കണ്ടൊരു കാര്യം, ഒരു സംവൃത വ്യൂഹത്തിൽ അടങ്ങിയിട്ടുള്ള ഒരു ദ്രാവകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൊടുക്കുന്ന മർദ്ദം ആ ദ്രാവകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ അനുഭവപ്പെടുന്നതാണ്. അപ്പോൾ ഇവിടെ മർദ്ദം, അതാണ് നമ്മുടെ വിഷയം. പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ 8ാം ക്ലാസ്സിലൊക്കെ ആയിട്ട്? പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയയാണ്. അതായത് മർദ്ദം കണക്കാക്കാൻ ഒരു യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ബലമാണ് യഥാർത്ഥത്തിൽ എന്ത്, മർദ്ദം എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബോർഡിൽ നോക്കിയാൽ മനസ്സിലാവും, ഇതൊരു യൂണിറ്റ് ഏരിയ ആണ്. ഓക്കെ, ഇവിടെ ഞാൻ കൊടുക്കുന്ന ഫോഴ്സ്, അപ്പോൾ ഫോഴ്സ് ബലം ഹരിക്കണം ഏരിയ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പ്രഷർ കിട്ടും. അതായത് ദ ഫോഴ്സ് ദാറ്റ് എക്സ്പീരിയൻസ്ഡ് ഇൻ എ യൂണിറ്റ് ഏരിയ, അതായത് ഒരു യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ബലം, അതാണ് മർദ്ദം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക്, ഞാനിവിടെ 2 സിറിഞ്ച് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത, ഇത് ഞാൻ ഈ ഭാഗത്ത് ഞാൻ എക്സ് എന്ന് വിളിക്കുന്നു, ഈ ഭാഗത്ത് ഞാൻ വൈ എന്ന് വിളിക്കുന്നു. ഓക്കെ, അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ ഇതൊരു ക്ലോസ്ഡ് സിസ്റ്റമാണ്, ഒരു സംവൃത വ്യൂഹമാണ്. എപ്പോഴും ശ്രദ്ധിക്കണം, പാസ്കൽസിൽ നമുക്ക് ലിക്വിഡ്സിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്ന് മാത്രമല്ല, ആ സിസ്റ്റം എന്തായിരിക്കണം? ക്ലോസ്ഡ് ആയിരിക്കണം. അതായത് നമ്മൾ ഇപ്പോൾ ബലം ഫോഴ്സ് കൊടുക്കുമ്പോൾ പ്രഷർ എല്ലാ ഭാഗത്തും ഈക്വൽ ആണെങ്കിൽ അതൊരു സംവൃത വ്യൂഹമായിരിക്കണം, അല്ലെങ്കിൽ ആ സിസ്റ്റം ക്ലോസ്ഡ് ആയിരിക്കണം. ഇവിടെ എക്സ് വൈ എന്ന് പറയുന്ന 2 സിറിഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടിപ്പിന് ഞാനൊരു ട്യൂബ് കൊണ്ട് കണക്ട് ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ ഞാനൊരു ഫ്ലൂയിഡ് എടുത്തിട്ടുണ്ട്. ഫ്ലൂയിഡ് മീൻസ് ഒരു ലിക്വിഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ സിസ്റ്റം ക്ലോസ്ഡ് ആണ്. ഇവിടെ എന്താ അപ്ലിക്കബിൾ ആണ്? പാസ്കൽസ് ലോ, പാസ്കൽ നിയമം അപ്ലിക്കബിൾ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ എക്സ് ഭാഗത്ത് അനുഭവപ്പെടുന്ന പ്രഷറിനെ ഞാൻ പി എക്സ് എന്ന് വിളിക്കുകയാണ്. പി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ എക്സ് ഭാഗത്ത്, ഈ ഭാഗത്ത് അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പ്രഷർ. പി വൈ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഭാഗത്ത് കിട്ടുന്ന പ്രഷർ. ഓക്കെ, അവിടെ നിൽക്കട്ടെ. അടുത്ത് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോകും. ഞാനിവിടെ ഒരു ബലം കൊടുക്കുകയാണ്. ഞാനിവിടെ 1 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുകയാണ്. എത്ര ന്യൂട്ടനാണ്? 1 ന്യൂട്ടൺ ഫോഴ്സ്. നിങ്ങളിവിടെ ശ്രദ്ധിച്ചോ, ഈ 2 സിറിഞ്ചുകളും ഡയമെൻഷനലി അതെന്താണ്? സെയിം ആണ്. നീളവും വീതിയും വണ്ണവും ഒക്കെ എന്താണ്? സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ എത്ര ഫോഴ്സ് ആണോ കൊടുക്കുന്നത് അതേ ഫോഴ്സ് തന്നെയായിരിക്കും ഇവിടെ കിട്ടുക. ഇവിടെ ഞാൻ 1 ന്യൂട്ടൺ താഴോട്ടാണ് ഇവിടെ കൊടുത്തതെങ്കിൽ ഇതിലൂടെ ആ മർദ്ദം പോയി ഇവിടെയും 1 ന്യൂട്ടൺ കിട്ടും. കാര്യം ഇവിടെ 2ൻ്റെയും ഏരിയകൾ തുല്യമാണ്.
ശരിക്കും ശ്രദ്ധിക്കണം, ഇവിടെ രണ്ടിൻ്റെയും ഏരിയകൾ തുല്യമാണ്. അപ്പോൾ ഞാൻ ഇവിടെ Fx എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് ഞാൻ കൊടുക്കുന്ന ഫോഴ്സ്, Fy എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് കിട്ടുന്ന ഫോഴ്സ്. അപ്പോൾ ഇവിടെ 1 ന്യൂട്ടൺ കൊടുത്താൽ ഇവിടെ എത്ര കിട്ടും? 1 ന്യൂട്ടൺ തന്നെ കിട്ടും. ഇവിടെ ഞാൻ 2 ന്യൂട്ടനാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ 2 ന്യൂട്ടൺ കിട്ടും. കാര്യം ഈ സിസ്റ്റം ക്ലോസ്ഡ് ആണ്, അതുകൊണ്ട് പ്രഷർ എല്ലാ ഭാഗത്തും ഒരുപോലെ പോകും. എന്ന് മാത്രമല്ല ഇതിൻ്റെ രണ്ടിൻ്റെയും നീളവും വണ്ണവും വീതിയും ഒക്കെ തുല്യമായതുകൊണ്ട്. യഥാർത്ഥത്തിൽ അപ്പോൾ JCBയും ഹൈഡ്രോളിക് ലിഫ്റ്റും ഹൈഡ്രോളിക് ജാക്കും ഒക്കെ ഇങ്ങനെയാണോ പ്രവർത്തിക്കുക? ഒരിക്കലുമല്ല. കാര്യം എന്താ? JCBയുടെ ലിവറിൽ 1 ന്യൂട്ടൺ ബലം കൊടുത്താൽ അതിൻ്റെ ഹുക്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ആ കൊക്കയിൽ നമുക്ക് 1 ന്യൂട്ടൺ ബലം കിട്ടിയാൽ പോരാ, അതിൽ 10 മടങ്ങ് കൂടുതൽ കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സെറ്റപ്പിൽ ഒരു ചേഞ്ച് വരുത്തേണ്ടതുണ്ട്. അപ്പോൾ പാസ്കൽസ് നിയമം ഇവിടെ അപ്ലിക്കബിൾ ആണെന്ന് പറയാൻ കാരണം സിസ്റ്റം ക്ലോസ്ഡ് ആണ്. ഇതേ സിസ്റ്റത്തെ ഞാനൊന്ന് മാറ്റി വരയ്ക്കാൻ വേണ്ടി പോവാണ്. അതായത് ഇവിടെ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഏരിയ, ഞാൻ ഇവിടുത്തെ ഏരിയ AX എന്ന് വിളിച്ചു, ഇവിടുത്തെ ഏരിയ AY എന്ന് വിളിച്ചു. ഇവിടെ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ 1 ന്യൂട്ടൺ കൊടുത്തപ്പോൾ ഇവിടെ 1 ന്യൂട്ടൺ കിട്ടിയ കാര്യം. അപ്പോൾ Fx = Fy ആണ്. ഇവിടെ എത്ര ന്യൂട്ടനാണോ എത്ര ബലമാണോ കൊടുക്കുന്നത് അതേ ബലം ഈ ഭാഗത്ത് നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്. അപ്പോൾ Fx = Fy ആണ്. ഇതിൻ്റെ ഏരിയയും തുല്യമാണ്. അതുകൊണ്ട് AX = AY നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ, പാസ്കൽ നിയമം അനുസരിച്ച് പ്രഷർ എന്താണ്? തുല്യമായിരിക്കും. ഒരു സമ്മർദ്ദ വ്യൂഹമാണോ ഒരു ക്ലോസ്ഡ് സിസ്റ്റം ആണോ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൊടുക്കുന്ന മർദ്ദം എല്ലാ ഭാഗത്തും തുല്യമായിരിക്കും. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന മർദ്ദം ഇവിടെയും ഇവിടെയൊക്കെ ഈക്വൽ ആയിരിക്കും. അങ്ങനെ നമുക്ക് Px = Py എന്ന് പറയാൻ പറ്റും. ഏത് കണ്ടീഷനിൽ? രണ്ടിൻ്റെയും ഏരിയ തുല്യമാകുമ്പോൾ. ഇനി ഞാൻ ഈ കണ്ടീഷനിൽ നിന്നൊരു മാറ്റം വരുത്താണ്. ഞാനിതിൽ ഈ Y എന്ന് പറയുന്ന സിലിണ്ടറിൻ്റെ അല്ലെങ്കിൽ സിറിഞ്ചിൻ്റെ തിക്നെസ് അല്ലെങ്കിൽ ഏരിയ ഒന്ന് കൂട്ടണം. ഓക്കെ, ഞാൻ ഏകദേശം ഏരിയ ഒരു 10 മടങ്ങ് കൂട്ടിയെന്ന് കരുതുക. ഒരു 10 ടൈംസ് ഏരിയ ഞാൻ എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്യിപ്പിച്ചു. ഓക്കെ, ഇപ്പോൾ നമ്മൾ കാര്യം മനസ്സിലാക്കണം, ഇതിനെക്കാട്ടിയും ഏരിയ ഏകദേശം ഒരു 10 മടങ്ങ് ഏരിയ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഏരിയ വർദ്ധിപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്ക് ഇവിടെ ഞാൻ അതായത് F ബലം കൊടുത്താൽ ഇവിടെ F തന്നെയാണോ കിട്ടുക? 1 ന്യൂട്ടൺ കൊടുത്താൽ അപ്പുറം 1 ന്യൂട്ടൺ തന്നെയാണോ കിട്ടുക എന്നുള്ളത് നമുക്ക് നോക്കാൻ വേണ്ടി പോകണം. ഞാൻ നിങ്ങളോട് പറയാണ്, ഇത് X എന്ന് പറയുന്ന ഭാഗമാണ്, ഇത് Y എന്ന് പറയുന്ന ഭാഗമാണ്. X എന്ന് പറയുന്ന ഭാഗത്ത് ഏരിയ എന്ന് പറയുന്നത് ഞാനതിന് AX എന്ന് വിളിച്ചു. ഓക്കെ, അത് ഞാൻ ഏകദേശം ഒരു കണക്ക് പറയാണ്, 1 മീറ്റർ സ്ക്വയർ ആണ്. ഏരിയൻ്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ 1 മീറ്റർ സ്ക്വയർ. ഈ ഭാഗത്ത് പ്രഷർ എത്രയെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ അതിനെ PY എന്ന് വിളിച്ചു. പ്രഷർ അറിയില്ല, PX എന്ന് വിളിച്ചു. പ്രഷറാണ്, നമുക്ക് പ്രഷർ മനസ്സിലാക്കുമ്പോൾ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടുത്തെ ഫോഴ്സ് ഞാൻ പറഞ്ഞു Fx എന്ന് പറയുന്നത് 1 ന്യൂട്ടനാണ്. അങ്ങനെ നമുക്ക് എന്തെല്ലാം കണ്ടെത്തണം? AY ഞാൻ പറഞ്ഞു ഈ ഒരു ഏരിയയേക്കാൾ 10 മടങ്ങ് 10 ടൈംസ് കൂടുതലാണ് ഈ ഒരു ഏരിയ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ 1 മീറ്റർ സ്ക്വയർ ആണ്, ഇവിടെ 10 മീറ്റർ സ്ക്വയർ ആണ്. PY എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ ഇതേപോലെ എഴുതി. Fy എത്രയാണെന്ന് കണ്ടെത്തണം. ഓക്കെ, അതായത് ഇവിടെ 1 ന്യൂട്ടൺ കൊടുത്താൽ നേരത്തെ പോലെ ഇവിടെ 1 ന്യൂട്ടനാണോ കിട്ടുക, അല്ല അവിടെ ഏരിയ മാറിയതുകൊണ്ട് വല്ല മാറ്റവും ഉണ്ടോ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് റിലേഷൻ ഉണ്ടോ? പ്രഷർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയയാണ്. അതായത് യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം. അതായത് മർദ്ദം സമം ബലം ഹരിക്കണം ഏരിയയാണ്. ഓക്കെ, മർദ്ദം സമം ബലം ഹരിക്കണം ഏരിയ, പരപ്പളവ്. ഓക്കെ, അങ്ങനെ മർദ്ദത്തിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ,
ഹരിക്കണം ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് ഓഫ് പ്രഷർ ഈക്വൽ ടു ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. പ്രഷറിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. പ്രഷർ കാണാനുള്ള ഇക്വേഷൻ ഫോഴ്സ് ബൈ ഏരിയ ആണ്. അതായത് മർദ്ദം കാണാനുള്ള ഇക്വേഷൻ ബലം ഹരിക്കണം പരപ്പളവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ നോക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ പാസ്കൽസ് ലോ വെച്ചിട്ട് ഇക്വേഷൻ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഇക്വേഷൻ എങ്ങനെ കണ്ടെത്താമെന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 സിറിഞ്ചുകൾ എടുത്ത്, നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും, നേരത്തെ രണ്ടും ഒരേപോലെ ആയിരുന്നു. ഇപ്പോൾ 2ൻ്റെയും ഏരിയയിൽ വ്യത്യാസമുണ്ട്. ഏരിയ ഒരു 10 മടങ്ങ് കൂട്ടിയെന്ന് വിചാരിക്കാം. അതൊക്കെ ഇപ്പോൾ അവിടെ നിൽക്കട്ടെ. ഇപ്പം ഞാൻ ഒരു ജനറൽ രീതിയിൽ ഒരു കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഏരിയയെ ഞാൻ AX എന്ന് വിളിച്ചു. ഓക്കെ, ഇവിടുത്തെ ഏരിയ ഞാൻ AY എന്ന് വിളിച്ചു. ഇവിടെ ഞാനൊരു ഫോഴ്സ് കൊടുത്തു. നേരത്തെ 2 സിറിഞ്ചുകളും ഒരേ വീതി ആയപ്പോൾ, ഒരേ ഏരിയ ആയപ്പോൾ ഇവിടെ 1 ന്യൂട്ടൺ കൊടുത്തപ്പോൾ ഇവിടെ 1 ന്യൂട്ടൺ കിട്ടി. പക്ഷെ ഇപ്പോൾ എന്തിൽ വ്യത്യാസമുണ്ട്? ഏരിയയിൽ, വിസ്തീർണത്തിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇവിടെ കൊടുക്കുന്ന ഫോഴ്സ് ആയിരിക്കില്ല ഇവിടെ കിട്ടുക. അതാണ് നമുക്ക് കണ്ടെത്തേണ്ടതും. അതുകൊണ്ട് ഇവിടുത്തെ ഞാൻ കൊടുക്കുന്ന ഫോഴ്സിനെ FX എന്ന് വിളിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഇവിടെ കിട്ടുന്ന ഫോഴ്സിനെ ഞാൻ FY എന്ന് വിളിച്ചു. ഇവിടെ അനുഭവപ്പെടുന്ന പ്രഷർ PX ആണ്. ഇവിടെ അനുഭവപ്പെടുന്ന പ്രഷർ മർദ്ദം PY ആണ്. ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റും, ഈ സിസ്റ്റം ക്ലോസ്ഡ് ആണല്ലോ, ഒരു സംവൃത വ്യൂഹമാണല്ലോ. അങ്ങനെയാണെങ്കിൽ അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ ഇവിടെ കൊടുക്കുന്ന പ്രഷർ തന്നെ ആയിരിക്കും ഇവിടെയും 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 ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുക. അതായത് ഒരു സംവൃത വ്യൂഹത്തിൽ അടങ്ങിയ ഒരു ദ്രാവകത്തിൽ ഏത് ഭാഗത്ത് ഒരു മർദ്ദം കൊടുത്താലും ആ മർദ്ദമായിരിക്കും എല്ലാ ഭാഗത്തും. അപ്പോൾ നമുക്ക് ഒരു കാര്യം കിട്ടി. എന്താണ് ആ കാര്യം? PX അതെന്തിന് ഈക്വലാണ്? PYക്ക് ഈക്വലാണ്. ഓക്കെ, അപ്പോൾ പ്രഷർ, മർദ്ദം. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് മർദ്ദം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. മർദ്ദം എന്ന് പറഞ്ഞാൽ നിങ്ങൾ താഴ്ന്ന ക്ലാസ്സുകളിൽ പഠിച്ചു വന്നതാണ്. മർദ്ദം കണക്കാക്കാനുള്ള ഇക്വേഷൻ P ഈക്വൽ ടു F/A ആണ്. അതായത് ഒരു യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതൊരു യൂണിറ്റ് ഏരിയ ആണെന്ന് കരുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കുന്ന ഒരു ബലം, ഞാനിവിടെ ബലം കൊടുത്തു. ആ ബലത്തെ ഈ ഏരിയ കൊണ്ട് അരിച്ച് എനിക്ക് എന്ത് കിട്ടും? മർദ്ദം കിട്ടും. അതായത് മർദ്ദം എന്ന് പറഞ്ഞാൽ, പ്രഷർ എന്ന് പറഞ്ഞാൽ, ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രഷർ എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഫോഴ്സ് ബൈ ഏരിയ. അതായത് മർദ്ദം എന്ന് പറഞ്ഞാൽ ബലം ഹരിക്കണം പരപ്പളവ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മർദ്ദത്തിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്, അത് ബലം ഹരിക്കണം പരപ്പളവാണ്. അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് ഓഫ് പ്രഷറിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? നമുക്കറിയാം ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ. ഹരിക്കണം ഏരിയയുടെ അല്ലെങ്കിൽ പരപ്പളവിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ പ്രഷറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. പ്രഷർ കണക്കാക്കാനുള്ള ഇക്വേഷൻ ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഓക്കെ, ഫോഴ്സ് ദാറ്റ് എക്സ്പീരിയൻസ്ഡ് ഇൻ എ യൂണിറ്റ് ഏരിയ ഇസ് നോൺ ആസ് പ്രഷർ. ഒരു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലമാണ് അവിടുത്തെ മർദ്ദമായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ നമുക്ക് കിട്ടിയല്ലോ. നമുക്കറിയാം PXും PYയും ഈക്വൽ ആണെന്നുള്ളത്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇനി പാസ്കൽസ് നിയമവുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ബോർഡിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്കറിയാം PX ഈക്വൽ ടു PY. അപ്പോൾ ഞാൻ അതിവിടെ എഴുതി PX, അതായത് X ഭാഗത്ത് നമ്മൾ കൊടുക്കുന്ന പ്രഷർ അതന്നെ ആയിരിക്കും നമുക്ക് Y ഭാഗത്ത് അനുഭവപ്പെടാം. അതായത് ഇവിടത്തെയും ഒക്കെ പ്രഷർ സെയിം ആയിരിക്കും. അപ്പോൾ PX വിച്ച് ഈസ് ഈക്വൽ ടു PY. X ഭാഗത്തെ മർദ്ദവും Y ഭാഗത്തെ മർദ്ദവും തുല്യമാണ്. കാര്യം സിസ്റ്റം ക്ലോസ്ഡ് ആണ്, സംവൃത വ്യൂഹമാണ്. അപ്പോൾ പാസ്കൽ നിയമപ്രകാരം മർദ്ദം ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് PX ഈക്വൽ ടു PY എന്ന് എഴുതാം. ഇനിയായി P എന്ന് പറഞ്ഞാൽ മർദ്ദമാണ്, X എന്ന് പറഞ്ഞാൽ X പോർഷനിലെ X ഭാഗത്തെ മർദ്ദമാണ്. അങ്ങനെയാണെങ്കിൽ അത് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. മർദ്ദം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ? ഫോഴ്സ് ബൈ ഏരിയ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം PX എന്ന് പറഞ്ഞാൽ എന്താണ്? F/A ആണ്. വെറും F/A മതിയോ? പോരാ. കാര്യം എന്താ? P
പി എക്സ് ഭാഗത്തെ മർദ്ദം കണക്കാക്കാൻ എക്സ് ഭാഗത്തെ ഫോഴ്സിനെ എക്സ് ഭാഗത്തെ ഏരിയ കൊണ്ടിരിക്കണം. അപ്പോൾ എഫ് എക്സ് എന്നിട്ടുണ്ടേ എ എക്സ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പി എക്സ് കിട്ടും. ഇതേപോലെ നമുക്ക് പി വൈ കണ്ടെത്താം. പി വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? പി വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടുത്തെ ഫോഴ്സ് ഹരിക്കണം ഇവിടുത്തെ ഏരിയ. അങ്ങനെയാണെങ്കിൽ പി വൈ ഈക്വൽ ടു എഫ് വൈ ബൈ എ വൈ. ശരിയല്ലേ? പി വൈ ഈക്വൽ ടു എഫ് വൈ ഡിവൈഡഡ് ബൈ എ വൈ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ എഫ് എക്സ് ബൈ എ എക്സ് എഫ് ബൈ ബൈ എ വൈ ഈ ഇക്വേഷനിൽ കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? വി നോ പി എക്സ് ഈക്വൽ ടു പി വൈ. വീണ്ടും ഞാൻ എഴുതി. പി എക്സിൻ്റെ സ്ഥാനത്ത് ഞാൻ എന്ത് എഴുതി? എഫ് എക്സ് ബൈ എ എക്സ്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ഈ ഭാഗത്ത് ഞാൻ എന്ത് എഴുതി? എഫ് വൈ ബൈ എ വൈ. ഓക്കെ, ഇതാണ് ആ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി എക്സാമിന് ഇവിടുന്ന് ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരെ എങ്ങനെ ചോദിച്ചാൽ എ എക്സ് തരും, അതായത് ഈ ഭാഗത്തെ ഏരിയ തരും. ഈ ഭാഗത്ത് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ബലം തരും, എഫ് എക്സ് തരും. എ വൈ ഈ ഭാഗത്ത് ഏരിയയും തരും, ആ ഭാഗത്തെ ഫോഴ്സ് കാണാൻ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എഫ് എക്സ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, ഇതിൽ നിന്നും എഫ് വൈ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. നിങ്ങളിത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ എഫ് എക്സ് ഇതിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത് ഇവിടെ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ഈ എ എക്സ് എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിലാണ്. ഇത് സമത്തിൻ്റെ അപ്പുറം പോകുമ്പോൾ എന്താവും? ഇത് അരിക്കൽ എന്നുള്ളത് സമത്തിൻ്റെ അപ്പുറം പോകുമ്പോൾ ഗുണിക്കലായിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ എഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു എഫ് വൈ. ഇവിടെ ആരുണ്ട്? എ വൈ. ഈ ഡിനോമിനേറ്ററിൽ മുകളിലോട്ട് പോകുമ്പോൾ ഇൻറ്റു എ എക്സ്. മനസ്സിലായോ? അപ്പോൾ എഫ് എക്സ് കാണാൻ ഈ ഭാഗത്ത് കൊടുക്കുന്ന ഫോഴ്സ് കാണാൻ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ഇനി എഫ് വൈ കാണണമെങ്കിലോ ഇയാളെ സമത്തിൻ്റെ അപ്പുറം കൊണ്ടുവന്നാൽ മതി. എഫ് വൈ സമം ഇയാളോട് നിൽക്കട്ടെ, എഫ് എക്സ് ബൈ എ എക്സ്. ഇയാൾ അരിക്കൽ ഫോമിലാണ്, സമത്തിൻ്റെ അപ്പുറം കൊണ്ടുമ്പോൾ ഗുണിക്കലായിട്ട് മാറും, ഇൻറ്റു എ വൈ. സിമ്പിളാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കിത് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയോ? എക്സ് ഭാഗത്തെ ഫോഴ്സ് ബലം കണക്കാക്കാൻ എന്ത് ചെയ്താൽ മതി? വൈ ഭാഗത്തെ ഫോഴ്സിനെ വൈ ഭാഗത്തെ ഏരിയ കൊണ്ടരിച്ച് എ ഭാഗത്തുള്ള ഏരിയ കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഗുണിച്ചാൽ മതിയാകും. മനസ്സിലായല്ലോ? അതേപോലെ വൈ ഭാഗത്ത് അനുഭവപ്പെടുന്ന ഫോഴ്സ് കണക്കാക്കാനാണെങ്കിൽ എക്സ് ഭാഗത്തെ ഫോഴ്സിനെ എക്സ് ഭാഗത്തെ ഏരിയ കൊണ്ട് അരിച്ച് വൈ ഭാഗത്തെ ഏരിയ കൊണ്ട് ഗുണിച്ചാൽ മതിയാകും. ക്ലിയർ ആണല്ലോ? ഇതൊരു സിമ്പിൾ ഫോമിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് പറയാം ടെക്സ്റ്റ് ബുക്കിലുള്ള ഫോം പോലെ എഫ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു എഫ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ഞാൻ ഈ എ എക്സ് എ വൈ ഒന്നിച്ച് ഇത് ഏരിയ ഇത് ഏരിയ ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് വൈനോട് മാറ്റുമ്പോൾ എഫ് വൈ ഇൻറ്റു എ എക്സ് ബൈ എ വൈ. ഇനി എഫ് വൈ എഴുതുകയാണെങ്കിൽ എഫ് വൈ വിച്ച് ഈസ് ഈക്വൽ ടു എഫ് എക്സിന് പുറത്തേക്ക് എടുത്ത് എഴുതാം, എഫ് എക്സ് ഇൻറ്റു എ വൈ ബൈ എ എക്സ്. എ വൈ ബൈ എ എക്സ്.
ഈ ഇക്വേഷനാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. നമുക്ക് ഇതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഈ ഭാഗം അവസാനിപ്പിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട പാസ്കൽ നിയമവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഒരു ചിത്രം തന്നിട്ട് ഈ എക്സ് ഭാഗത്തെ ഏരിയ എന്ന് പറയുന്നത് 10 മീറ്റർ സ്ക്വയർ ആണ് പരപ്പളവ്. അപ്പോൾ എക്സ് ഭാഗത്തെ ഏരിയ എന്ന് പറയുന്നത് 10 മീറ്റർ സ്ക്വയർ ആണ്. ഈ എക്സ് ഭാഗത്ത് ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 1 ന്യൂട്ടൺ ആണ്. ഓക്കെ, വൈ ഭാഗത്ത് ഈ ഭാഗത്തെ ഏരിയ എന്ന് പറയുന്നത് 100 മീറ്റർ സ്ക്വയർ ആണ്. അങ്ങനെ ഈ ഭാഗത്ത് എത്ര ഫോഴ്സ് അനുഭവപ്പെടും? വൈ ഭാഗത്ത് അനുഭവപ്പെടുന്ന ഫോഴ്സ് എത്രയാണെന്ന ചോദ്യം. അപ്പോൾ എഫ് വൈ ആണ് ചോദിച്ചത്. എഫ് ഐ കാണാൻ നമുക്ക് ഈ ഇക്വേഷനാണ്, നമുക്ക് ചൂസ് ചെയ്യാം. എഫ് വൈ വിച്ച് ഇസ് ഈക്വൽ ടു എഫ് എക്സ് ഇൻറ്റു എ വൈ ബൈ എ എക്സ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ എഫ് വൈ വിച്ച് ഇസ് ഈക്വൽ ടു എഫ് എക്സ് എത്രയാണ്? 1 ന്യൂട്ടൺ ആണ്. അപ്പോൾ 1 ഇൻറ്റു എ വൈ എത്രയാണ്? എ വൈ എന്ന് പറയുന്നത് 100 ആണ്. 100 ഹരിക്കണം എ എക്സ് എത്രയാണ്? എ എക്സ് എന്ന് പറയുന്നത് 10 ആണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എഫ് വൈ വിച്ച് ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു 100 മീൻസ് 100/10. അപ്പോൾ 10 എന്ന് കിട്ടും. ഫോഴ്സ് ആയതുകൊണ്ട് ന്യൂട്ടൺ. അപ്പോൾ 10 ന്യൂട്ടൺ. അപ്പോൾ ഇവിടെ 1 ന്യൂട്ടൺ കൊടുത്തപ്പോൾ നേരത്തെ പോലെ ഇവിടെ 1 ന്യൂട്ടൺ അല്ല കിട്ടുന്നത്. കാര്യം എന്താ? ഏരിയയിൽ വ്യത്യാസമുണ്ട്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ ഏരിയ എത്ര മടങ്ങ് കൂടി? എക്സ് എന്ന് പറയുന്നത് 10 ആയിരുന്നു, എ വൈ എന്ന് പറയുന്നത് 100 ആണ്. ഏരിയ 10 മടങ്ങ് കൂടി. സ്വാഭാവികമായിട്ടും ഫോഴ്സ് എത്ര മടങ്ങ് കൂടും? കണ്ടോ, 1 ന്യൂട്ടൺ എന്നുള്ള ഫോഴ്സ് 10 ന്യൂട്ടണായി. പഠിച്ചു വെച്ചോ, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ ഏരിയ എത്ര മടങ്ങാണോ കൂടുന്നത് ഫോഴ്സും അത്ര തന്നെ മടങ്ങായിരിക്കും കൂടുക. ഏരിയ 20 മടങ്ങാണ് കൂടുന്നതെങ്കിൽ ഫോഴ്സും 20 മടങ്ങ് കൂടും. ഇതേ ക്വസ്റ്റ്യൻ ഞാൻ കാണിക്കാം. ഇവിടെ ഏരിയ 10 മീറ്റർ സ്ക്വയർ ആണ്. ഏരിയ 100 ആയി മീൻസ് 10 മടങ്ങ് കൂടി. അതിന് ഏരിയ 200 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 200 എന്ന് പറഞ്ഞായിരിക്കും 20 മടങ്ങ് ഏരിയ കൂടിയെന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഫോഴ്സ് എത്ര മടങ്ങ് കൂടും? ഇതേ ഇക്വേഷൻ ഈ 100 200 ആവും. 200/10. അങ്ങനെ ഇവിടെ എത്ര കിട്ടും? 20 എന്ന് കിട്ടും. കണ്ടോ, ഈ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കാനുള്ള ഒരു മെയിൻ പോയിന്റ് ഏരിയ എത്ര ടൈംസ് ആണോ കൂടുന്നത്, ഏരിയ എത്ര മടങ്ങാണോ കൂടുന്നത്, ബലവും ഫോഴ്സും അത്ര തന്നെ മടങ്ങ് കൂടും എന്നുള്ളതാണ്. ഇനി നമുക്ക് എഫ് എക്സ് തരാതെ എഫ് വൈ തന്നാൽ എഫ് എക്സ് കാണാൻ നമ്മൾ ഈ ഇക്വേഷൻ ചൂസ് ചെയ്താൽ മതി. ഇതേപോലെ ആയിരിക്കും ഈ ഭാഗത്ത് ക്വസ്റ്റ്യൻസ് ചെയ്യുക. എക്സാമിന് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഞാൻ സിമ്പിൾ വാല്യൂ ഒന്നാണ്, വാല്യൂ ചിലപ്പോൾ പോയിന്റിലൊക്കെ ആയിട്ടായിരിക്കും തരിക. ടെക്സ്റ്റ് ബുക്കിലും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്, ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അത്രയാണ് നമുക്ക് പാസ്കൽസ് ലോ അല്ലെങ്കിൽ പാസ്കൽ നിയമത്തിൽ പറയാനുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കാൻ വേണ്ടി പോകുന്നത് കാപ്പിലാരിറ്റി. അതിന് മലയാളമാണ് കേശികത്വം. നിങ്ങൾ പലപ്പോഴും നമ്മുടെ പഴയ കാലത്തൊക്കെ നമ്മൾ വീട്ടിൽ മണ്ണെണ്ണ വിളക്കൊക്കെ ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഈ മണ്ണെണ്ണ വിളക്ക് ഉപയോഗിക്കുമ്പോൾ, നമ്മൾ കെറോസിൻ്റെ വിളക്ക് ഉപയോഗിക്കുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു തുണിയുടെ തിരി ഇട്ട് വെക്കലാണ്. അതിന് മുകളിൽ കത്തിക്കുമ്പോൾ ഈ തുണിയിലൂടെ ഓട്ടോമാറ്റിക്കായിട്ട് മണ്ണെണ്ണ കയറിയിട്ട് ആ തുണിയല്ല കത്തുക, ആ തുണിയിലുള്ള മണ്ണെണ്ണയാണ് ആ വിളക്കിൽ കത്തി പോകാറ്. അതുപോലെ തന്നെ ഈ മഴക്കാലത്ത് നമ്മുടെ വീടുകളുടെയൊക്കെ ചുമരൊക്കെ നോക്കിയാൽ ചെറിയൊരു ഈർപ്പം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. വെള്ളം മെല്ലെ ചുമരിലൂടെ മുകളിലേക്ക് കയറുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് വളരെ നേർത്ത കുഴലിലൂടെയോ സൂക്ഷ്മമായിട്ടുള്ള സുഷിരങ്ങളിലൂടെയോ ഒരു ദ്രാവകം മുകളിലേക്ക് ഉയരുകയോ അല്ലെങ്കിൽ താഴുകയോ ചെയ്യുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് കേശികത്വം അഥവാ കാപ്പിലാരിറ്റി. കാപ്പിലാരിറ്റി എന്ന് പറഞ്ഞാൽ ദ റൈസ് or depression of a liquid in a narrow tube or minute hole is called capillarity. ശ്രദ്ധിക്കുക, വളരെ നേർത്ത കുഴലിലൂടെയോ സൂക്ഷ്മ സുഷിരത്തിലൂടെയോ ഒരു ദ്രാവകം മുകളിലേക്ക് ഉയരുകയോ അല്ലെങ്കിൽ താഴുകയോ ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോമൺ ആയിട്ട് കേശികത്വം. കേശികത്വം 2 വിധമാണ്. നമ്മൾ ആ ഡെഫിനിഷൻ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, മുകളിലേക്ക് ഉയരുക അല്ലെങ്കിൽ താഴുക. അപ്പോൾ കേശികത്വം 2 തരമാണ്. ഒന്ന് കാപ്പിലറി റൈസ്, മറ്റൊന്ന് കാപ്പിലറി ഡിപ്രഷൻ. അങ്ങനെ പറഞ്ഞാൽ ഒന്ന് കേശിക ഉയർച്ച, മറ്റൊന്ന് കേശിക താഴ്ച.
ഈ കേശിക ഉയർച്ചയും കേശിക താഴ്ചയും വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചിത്രമുണ്ട്, ഞാനിവിടെ ബോർഡുമ്പോൾ കാണിച്ചിട്ടുണ്ട്. ഇത് എ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ട്യൂബാണ്. ഈ ടെസ്റ്റ് ട്യൂബിൽ അല്ലെങ്കിൽ ഈ ഒരു ബീക്കർ, ഈ ഒരു പാത്രത്തിൽ ഞാൻ ഒരു മൈന്യൂട്ടായിട്ടുള്ള വളരെ നാരോ ആയിട്ടുള്ള ഒരു ട്യൂബ് ഇറക്കി വെച്ചപ്പോൾ ആ ട്യൂബിൻ്റെ ഉള്ളിലൂടെ ഈ വെള്ളം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ശരിക്കും ശ്രദ്ധിക്കുക, ജലമാണ്. എന്താണ്? ജലമാണ്, വാട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ട്യൂബിനുള്ളിലൂടെ ഉയർന്നു പോവുകയാണ്. അപ്പോൾ കാപ്പിലറി റൈസ്, കേശിക ഉയർച്ചയാണ് എന്ന് മാത്രമല്ല, നിങ്ങളിതിൻ്റെ മെനിസ്കസ് ശ്രദ്ധിച്ചോ. മെനിസ്കസ് പറഞ്ഞാൽ ഈ മുകളിലുള്ള ഭാഗം, ഇത് താഴോട്ട് കുനിഞ്ഞിട്ടാണ് നിൽക്കുന്നത്, ശരിയല്ലേ? ഒരു കുഴി പോലെയാണ് നിൽക്കുന്നത്. അപ്പോൾ കേശിക ഉയർച്ചയുടെ ചിത്രമാണ്. എക്സാമിന് ഈ ചിത്രം വന്നിട്ട് ഇത് കേശിക ഉയർച്ചയാണോ താഴ്ചയാണോ എന്ന് ചോദിക്കാറുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവണം ഇത് കേശിക ഉയർച്ചയാണ്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ജലമാണ്. ഇനി ഇതേ കേസ് ബി എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ട്യൂബ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ എടുക്കുന്നത് HG ആണ്. HG എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന മെർക്കുറി. ഓക്കെ, അപ്പോൾ ഇവിടെ മെർക്കുറിയാണ്. ഈ മെർക്കുറി ഞാൻ ആ ട്യൂബിൻ്റെ ഉള്ളിലോട്ടൊരു ചെറിയ നാരോ ട്യൂബ്, ആ ടെസ്റ്റ് ട്യൂബിൻ്റെ ഉള്ളിലോട്ട് ചെറിയ നാരോ ട്യൂബ് ഇറക്കിയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, മെർക്കുറി ഈ ട്യൂബിനുള്ളിലൂടെ ഉയരുകയല്ല ചെയ്ത്, ഒന്ന് താഴുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ മെർക്കുറിയുടെ ലെവല് ഇത്ര ഉണ്ടായിരുന്നു, പക്ഷെ ആ മെർക്കുറി ട്യൂബിനുള്ളിൽ ഒന്നും കൂടി താഴ്ന്നാണ് നിൽക്കുന്നത്. ഈ മെനിസ്കസ് ശ്രദ്ധിച്ചോ, ഇതെന്താണ്? ഒരു അമ്പ് പോലെയാണ്. ഇവിടെ ഒരു കുഴി പോലെയാണ്, ഇവിടെ ഒരു അമ്പ് പോലെയാണ്. അപ്പോൾ ട്യൂബിൽ മെർക്കുറി എടുത്താൽ അത് കാപ്പിലറി ഡിപ്രഷൻ, അതായത് കേശിക താഴ്ചക്കും, ട്യൂബിൽ ഞാൻ ആ പച്ചവെള്ളം പ്യുവർ വാട്ടർ ജലമാണ് എടുക്കുന്നതെങ്കിൽ അത് കേശിക ഉയർച്ചയ്ക്കും ഉദാഹരണമാണ്. ഓക്കെ, അപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട് കാപ്പിലറി ഡിപ്രഷൻ്റെ ഉദാഹരണം പറയാമെന്ന്. എന്താണ്? മെർക്കുറിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കേശികത്വം, കാപ്പിലാരിറ്റി എന്ന് പറഞ്ഞാൽ ദ റേസ് or depression of a liquid in a narrow tube or minute hole is called capillarity. അങ്ങനെയാണെങ്കിൽ കാപ്പിലറി റൈസിൻ്റെ ഡെഫിനിഷൻ എന്തായിരിക്കും? ഞാൻ വേറെ എഴുതുന്നില്ല, ഇതിന് നമുക്ക് കിട്ടും. ദ റൈസ്, അവിടെ എന്ത് വേണ്ട നമുക്ക്? ഡിപ്രഷൻ വേണ്ട. ദ റൈസ് ഓഫ് എ ലിക്വിഡ് ഇൻ എ നാരോ ട്യൂബ് ഓർ എ മൈന്യൂട്ട് ഹോൾ ഈസ് കാൾഡ് കാപ്പിലറി റൈസ്. അപ്പോൾ കാപ്പിലറി ഡിപ്രഷൻ നമുക്ക് എന്ത് ഡെഫിനിഷൻ കൊടുക്കാം? ഇവിടെ റൈസ് വേണ്ട, ഡിപ്രഷൻ നമ്മുടെ റൈസ് വേണ്ട. ദ depression of a liquid in a narrow tube or minute hole is called capillary depression. അതായത് ഒരു നേർത്ത ട്യൂബിലൂടെയോ സൂക്ഷ്മ സുഷിരത്തിലൂടെയോ ഒരു ദ്രാവകം ഉയരുകയാണെങ്കിൽ അത് കാപ്പിലറി കേശിക ഉയർച്ചയെന്നും, ഒരു നേർത്ത കുഴലിലൂടെയോ അല്ലെങ്കിൽ സൂക്ഷ്മ സുഷിരത്തിലൂടെയോ ഒരു ദ്രാവകം താഴുകയാണെങ്കിൽ അത് കാപ്പിലറി ഡിപ്രഷൻ, കേശിക താഴ്ചയുമായിരിക്കും. എന്തുകൊണ്ടാണ് ഒരു ട്യൂബിനുള്ളിലൂടെ കേശിക ഉയർച്ച ഉണ്ടാകുന്നത് അല്ലെങ്കിൽ കേശിക താഴ്ച ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിന് പ്രധാനമായിട്ട് നമ്മൾ 2 ഫോഴ്സുകളെ കുറിച്ച് പഠിക്കണം. ഒന്ന് അഡ്ഹസീവ് ഫോഴ്സ്, അഡ്ഹസീവ് എന്നൊക്കെ പറയും, പക്ഷേ അത് പ്രൊണൗൺസ് ചെയ്യുന്നത് അഡ്ഹസീവ് ഫോഴ്സ്. മറ്റൊന്ന് കൊഹസീവ് ഫോഴ്സ്, അതായത് അഡ്ഹീഷൻ ബലവും കൊഹീഷൻ ബലവുമാണ് നമ്മളിനി നോക്കാൻ വേണ്ടി പോകുന്നത്. അത് പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ട്യൂബിൽ വെള്ളം എടുത്തപ്പോൾ കേശിക ഉയർച്ചയും മെർക്കുറി എടുത്തപ്പോൾ കേശിക താഴ്ചയും എന്തുകൊണ്ടുണ്ടായി എന്ന് നമ്മളിനി നോക്കാൻ വേണ്ടി പോകണം.